إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ നമ്മളുടെ ദർസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമേറ്റെടുക്കലിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിക്കേണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനിയുള്ള ദർസുകളിലെ നമ്മളുടെ പ്രതിപാദ്യ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുലഫാഉർ റാഷിദുകളിൽ മൂന്നാമനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി സഹാബിമാർ നിശ്ചയിച്ചത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുതാര്യമായിട്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തതുപോലെ ഐക്യകണ്ഠേന പിന്നീട് ഒരിക്കലും അതിനു മുമ്പും ഒരു ഖലീഫയെയും മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. അതിനു മുമ്പ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന അർത്ഥത്തിലല്ല, പക്ഷേ സാഹചര്യങ്ങളിലൂടെ നോക്കിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് നമ്മളുടെ ഇന്നത്തെ ഭാഷയിലെ ഏറ്റവും ജനാധിപത്യപരമായിട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തനിക്ക് ശേഷമുള്ള ഖലീഫയെ നിശ്ചയിക്കാൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത്, ജീവിതകാലത്തും മരണശേഷവും നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ എനിക്കാവില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം 6 ആളുകളെ പേര് നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോൾ അള്ളാഹു അവരെ സംബന്ധിച്ച് പ്രീതിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞവരായി അന്ന് ബാക്കിയുണ്ടായിരുന്ന 6 ആളുകൾ. ആ 6 ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ ഖലീഫയാക്കുക എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അവസാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടിയാലോചനകളും ചർച്ചകൾക്കും ശേഷമാണ്. ആയിരക്കണക്കിന് സഹാബിമാരിൽ ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വിളിച്ചുകൂട്ടി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നത്. ചുരുക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് അസ്ർ നമസ്കാരാനന്തരം പള്ളിയിൽ വെച്ച് പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറയുകയുണ്ടായതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം തുടർന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ 2 ഖലീഫമാരുടെ ശരീരം അനുസരിച്ചായിരിക്കണം ഭരിക്കേണ്ടത്. അങ്ങനെ ഭരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കിതാബും സുന്നത്തും അനുസരിച്ച് ഞാൻ ഭരിക്കാം. പിന്നീടുണ്ടായിരുന്ന ഷെയ്ഖുമാർ അവരെപ്പോലെ ഭരിക്കാൻ എന്നെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല എന്നാണ് ആദ്യമായി അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്. രണ്ടാമത് മറുപടി പറഞ്ഞ ദൂരസ്ഥാനത്തായിരുന്നു, പള്ളിയുടെ അറ്റത്തായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആവുന്നതുപോലെ പരിശ്രമിക്കാമെന്നാണ്. അങ്ങനെ തന്നെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവർത്തിക്കുകയും ചെയ്തത്. അള്ളാഹുവിന്റെ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അദ്ദേഹത്തിന്റെ മുൻഗാമികളായ 2 ഖലീഫമാരുടെ ചര്യം അനുസരിച്ച് തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്ന അപൂർവം സമൃദ്ധമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം.
അതിനുശേഷം പിന്നീട് ആ രൂപത്തിൽ കൈവന്നിട്ടുള്ളത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലാണ്. പിന്നീട് അബ്ബാസി ഖലീഫമാരിൽ ചിലരൊക്കെ അല്പകാലങ്ങളൊക്കെ ആ രൂപത്തിൽ സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും ഒക്കെ ഭരിച്ചത് കാണാൻ പറ്റും. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലും നമ്മൾ കാണാൻ പറ്റുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ഏറ്റവും സമൃദ്ധമായിരുന്നു എന്നാണ്. സാമ്പത്തികമായി എല്ലാ മുസ്ലിങ്ങൾക്കും ഉന്നതി കൈവരിക്കാൻ പറ്റിയ ഒരു കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്പത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഏറെ പര്യാപ്തമാക്കിയിരുന്നു. പക്ഷെ അതിന്റെ ദുരന്തമാണ് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായത്. ആളുകൾക്ക് സമാധാനവും ഐശ്വര്യവും സമ്പത്തും ഏറെ കിട്ടിയാൽ പിന്നെ അവരുണ്ടാക്കുന്നത് ഫിത്നയായിരിക്കും. അത് അവിടെ ഉടലെടുക്കുകയും ചെയ്തു എന്നുള്ളത് അതിന്റെ ഒരു അനന്തരഫലമായിരുന്നു. അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക ഖിലാഫത്ത് വളരെ വിശാലമായ ഒരു സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഖിലാഫത്ത് പ്രദേശമാണ് ഉമർ റളിയല്ലാഹു അൻഹു വിട്ടേച്ചു പോകുന്നത്. പേർഷ്യ, റോം സാമ്രാജ്യങ്ങളിലെ നല്ലൊരു ഭാഗവും ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അറേബ്യയുടെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കി ഇസ്ലാമിലെ ഏറ്റവും നല്ല ഒരു നിലയിൽ എത്തിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വിടവാങ്ങുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യമായി ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഖലീഫമാരിലേക്കൊക്കെ അല്ലെങ്കിൽ അമീറുമാരിലേക്കെല്ലാം എഴുത്തുകൾ എഴുതുകയാണ്. എങ്ങനെയായിരിക്കണം പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ചുള്ള രൂപരേഖ. അതിൽ കാര്യമായി അദ്ദേഹം ഭരണപരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചതായി നമ്മൾ കാണാൻ പറ്റില്ല. അത് വിമർശകർ പലപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കാറുള്ള ഒരു വിഷയമാണ്. മറിച്ച് അദ്ദേഹം അവർക്ക് എഴുതിയ എഴുത്തുകളിലൊക്കെ കാണുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും നീതിയോടുകൂടി പ്രവർത്തിക്കുവാനുമാണ്. അതിലെ വരികളിലൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉത്തമരായ ഭരണാധികാരികൾ അവരെല്ലാം ആളുകളുടെ സേവകരായിരുന്നു, ഭരണാധികാരികളായിരുന്നില്ല എന്നാണ്. അവരൊക്കെ റുആത്ത്, ഇടയന്മാരായിരുന്നു, ആളുകൾക്കുള്ള സേവകരായിരുന്നു. അതല്ലാതെ അവരുടെ മുകളിലുള്ള രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല അവർ പ്രവർത്തിച്ചത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ രാജ്യത്തെ നഷ്ടപ്പെടുത്തും എന്നായിരുന്നു അമീർമാർക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ഉപദേശങ്ങളിൽ പെട്ട ഒന്ന് എന്ന് നമുക്ക് ആ എഴുത്തുകളിൽ വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ അദ്ദേഹം യുദ്ധ മുഖങ്ങളിലുള്ള സേനാ നായകന്മാർക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയും അതേപോലെ തന്നെ യുദ്ധരംഗങ്ങളിൽ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടിയൊക്കെ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് എഴുത്തെഴുതുകയുണ്ടായി. അതേപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലും മദീനയല്ലാത്ത വിദൂര പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക സ്റ്റേറ്റുകളിലേക്ക് അദ്ദേഹം എഴുതി സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ലെറ്റർ. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങളുടെ മുൻപ് ജീവിച്ചുപോയ ഉത്തമരായ ആളുകളെ മാതൃകയാക്കി അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അനുസരിച്ച് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടാതെ ജീവിക്കുക എന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവർ പുത്തനാചാരങ്ങൾ പ്രവർത്തിക്കുകയും നാശത്തിലേക്ക് അവർ നയിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. അതിലൊന്നാമത് തകാമുലു നിഅം, എല്ലാ തരത്തിലുമുള്ള നിയമത്തുകൾ ഒത്തുവന്നാൽ പിന്നീട് ആ സമൂഹം തകർച്ചയിലേക്കായിരിക്കും പോവുക. രണ്ടാമത്തേത് ബുലൂഗു ഔലാദിക്കും മിന സബായ, നിങ്ങൾ ഇസ്ലാമിക പ്രദേശം വിശാലമായപ്പോൾ അവിടെയൊക്കെ അടിമകളായി മറ്റുമൊക്കെ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകളിലൊക്കെ ഉണ്ടായ കുട്ടികൾ അവർ പ്രായപൂർത്തി എത്തുന്ന കാലം വരിക, എന്നിട്ട് അവർ ഇസ്ലാമിക ഭരണവും അതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തെ നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ രണ്ടാമത് നിങ്ങൾക്ക് അപകടം പിടിയാനുള്ള സാഹചര്യമുണ്ട്. മൂന്നാമത്തേത് ഖിറാഅത്തുൽ അറാബി വൽ ആജിബുൽ ഖുർആൻ, അനറബികൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും പഠിക്കാനും ഒക്കെ ആരംഭിക്കുക. അതിലൊക്കെ അവർ മുൻനിരയിൽ കടന്നു വരിക. ഈ 3 കാര്യവും ഒരു സമൂഹത്തിൽ ഒത്തുവന്നാൽ അവരുടെ നാശം ആരംഭിക്കുകയായി എന്നാണ്. അറബികളല്ലാത്തവർ ഖുർആൻ പഠിക്കുന്നതിനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയതല്ല. അദ്ദേഹം അതിന് കാരണം പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അവര് അൽ കുഫ്റു ഫിൽ ഉജ്മ, അറബികളെക്കാൾ അവിശ്വാസം കടന്നു വരാൻ സാധ്യതയുള്ളത് അനറബികളിലാണ്. കാരണം അവർക്ക് ഖുർആനെ സംബന്ധിച്ചോ അതിന്റെ തഫ്സീറുകളെ സംബന്ധിച്ചോ ഖുർആൻ അവതരിക്കാനുണ്ടായ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചോ വിവരമില്ലാതെ തോന്നിയ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് പിഴച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പിൽക്കാലത്ത് നമ്മൾ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ആ രംഗം കാണുന്നുണ്ട്. അബ്ബാസികളുടെയൊക്കെ ഖിലാഫത്ത് വരുന്നതോടുകൂടി ഇറാഖിലും മറ്റുമൊക്കെ
അനറബികളിൽ നിന്നുള്ള വിജ്ഞാനം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു ഗ്രന്ഥശാല തന്നെ ബൈത്തുൽ ഹിക്മ ഹാറൂൺ റഷീദും അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികളും സ്ഥാപിച്ചിരുന്നു. ലോകത്തെമ്പാടുമുള്ള വിജ്ഞാനീയങ്ങൾ ബഗ്ദാദിലേക്ക് കൊണ്ടുവരികയും തലസ്ഥാനത്ത് അതിനായി പ്രത്യേകം വിവർത്തകന്മാരും വിവർത്തനം നടത്താനുള്ള പ്രത്യേക ബൈത്തുൽ ഹിക്മ എന്ന് പറഞ്ഞ ലൈബ്രറിയും ഒക്കെ സ്ഥാപിച്ചിരുന്നു. അതിലൂടെ ഇന്ത്യയിലും അതേപോലെ തന്നെ ചൈനയിലും ഗ്രീക്കിലൊക്കെ ഉണ്ടായിരുന്ന വിവിധ ഭാഷയിലുള്ള ആ നാട്ടിലൊക്കെ പരമ്പരാഗതമായ അറിവുകൾ മുസ്ലിങ്ങൾ പരിഭാഷപ്പെടുത്തുകയും അത് വായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് വലിയ ദുരന്തമാണ് മുസ്ലിങ്ങൾക്കുണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിക അഖീദ വിശ്വാസത്തിനൊക്കെ വികൃതമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അതിലൂടെ കടന്നു വന്നതാണ്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് വിശ്വാസം മനസ്സിലാക്കേണ്ടത്, അത് ഇന്ത്യക്കാർ മനസ്സിലാക്കിയ രൂപത്തിൽ ഇന്ത്യക്കാരിലുള്ള ചർച്ചകൾ നമുക്കറിയാം. ഫിലോസഫി അതേപോലെ തന്നെ തത്വശാസ്ത്രമൊക്കെ കടന്നു വന്നത് ആ രൂപത്തിലാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദീർഘവീക്ഷണം ആ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇങ്ങനെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഉപദേശിച്ചുകൊണ്ട് അവർക്കൊക്കെ കത്തുകൾ എഴുതിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ആദ്യമായി ചെയ്ത പ്രധാന നടപടികളിൽ ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം 6 ആളുകളെ തെരഞ്ഞെടുത്തു. അവരിൽ ഒരാളെ ഖലീഫയാക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ട കാര്യം പറയുകയൊക്കെ ചെയ്തല്ലോ. ആ കൂട്ടത്തിൽ ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, വൈൻ അസാബൽ ഇമാറത്ത സഅദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സഅദ് ബിൻ അബൂ വഖാസിനെ തന്നെ അമീറായി നിശ്ചയിക്കാം. ഇനി അദ്ദേഹമല്ല വേറൊരാളെ ഖലീഫയായി വന്നാൽ അദ്ദേഹത്തിന് അമീറായി എവിടെയെങ്കിലും നിശ്ചയിക്കുകയും ചെയ്യാം. അത് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫഇന്നി ലം അഅ്സിൽഹു അൻ സൂഇൻ വലാ ഖിയാന, ഞാൻ അദ്ദേഹത്തിന് മുമ്പ് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം എന്തെങ്കിലും വഞ്ചന നടത്തിയ കാരണത്താലോ അദ്ദേഹത്തിന് എന്തെങ്കിലും തിന്മയുണ്ടായതുകൊണ്ടോ അല്ല. എന്താണ് പറയുന്നത്? സഅദ് ബിൻ അബീ വഖാസിനെതിരെ കൂഫക്കാര് പരാതി പറഞ്ഞിരുന്നു മുമ്പ്, ഇറാഖുകാര്. അദ്ദേഹം സുബഹി നിസ്കരിക്കൂല, വൈകിയാണ് ചില ദിവസങ്ങൾ വരിക. അതേപോലെ പല പ്രധാന ആരോപണങ്ങൾ 2-3 അന്ന് പറയുകയുണ്ടായിട്ടുണ്ട് നമ്മൾ. അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. പിന്നെ മശ്രിക്കുകാരുടെ സ്വഭാവമായിരുന്നു ഇറാഖുകാരുടെ. അവര് സഅദ് ബിൻ അബീ വഖാസിനെ മാത്രമല്ല, അതിനുശേഷം പിന്നീട് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെതിരെ പരാതി പറഞ്ഞു. സഅദ് ബിൻ അബീ വഖാസിന് ശേഷം വന്ന മുഗീറത്ത് ബിൻ ശുഅബയ്ക്കെതിരെ പരാതി പറഞ്ഞു. അത് അവരുടെ ഒരു പരമ്പരാഗത സ്വഭാവമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ ഫിത്നത്തു ഫിൽ മശ്രിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുബഹിക്ക് ശേഷം സഹാബിമാരെ നേരെ തിരിഞ്ഞതോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വഫീ യമനിന വഫീ ഹിജാസിന എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയാം. അപ്പോ അവര് പറഞ്ഞു വഫീ നജിദിന, ഞങ്ങളുടെ നജിദിലേക്കും ബർക്കത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടെ നിന്നാണ് ഫിത്ന വരിക എന്നാണ്. ആ പ്രദേശത്തുകാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ ഫിത്ന ഉടലെടുക്കുന്ന പ്രദേശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് റിയാദിലെ നജിദിനെ സംബന്ധിച്ചല്ല, ഇറാഖിലെ നജിദിനെ സംബന്ധിച്ചാണ് എന്ന് ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിച്ചത് കാണാൻ പറ്റും. അത് സ്ഥിരപ്പെടുത്തുന്ന ചരിത്ര സംഭവങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവസാനം മസീഹുദ് ദജ്ജാൽ വരുന്നതും അവിടെ തന്നെയാണ്. ഇറാഖ് മാത്രമല്ല, ഇറാൻ കൂടി ഉൾപ്പെടുന്ന പ്രദേശത്തിനാണ്. ഏതായിരുന്നാലും അങ്ങനെ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടി സഅദ് ബിൻ അബീ വഖാസിനെ അമീറിൽ സ്ഥാനത്ത് നിന്ന് പിൻവലിച്ച് തിരിച്ചു വിളിച്ചത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ ഖലീഫയാക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖലീഫയാകുന്ന ആൾക്ക് അദ്ദേഹത്തിനെ അമീറായി നിശ്ചയിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് കൂഫയിൽ സഅദിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച മുഗീറത്ത് ബിൻ ശുഅബയെ പിൻവലിച്ച് സഅദ് ബിൻ അബീ വഖാസിനെ ചുമതലയേൽപ്പിക്കുകയാണ് അദ്ദേഹം ആദ്യമായി ചെയ്തത്. അത് ഭരണമേറ്റ അടുത്ത ദിവസങ്ങളിലാണോ അതല്ല ഒരു വർഷത്തിനുള്ളിലാണോ എന്നൊക്കെ ചരിത്രത്തിൽ നാളും നേരമൊക്കെ പറഞ്ഞതിൽ ചർച്ചയുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ചെയ്ത പ്രധാന ഒരു സംഗതി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയുടെ ഭരണം വീണ്ടും തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. പക്ഷേ ഏറെ വൈകുന്നതിന് മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിശ്ചയം, പൊതുവെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവാറുള്ളത് വളരെ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടുകൂടിയാണ്. മറ്റ് സഹാബിമാരോ വ്യക്തികളോ കാണാത്ത തരത്തിലുള്ള കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അമീർമാരെ നിശ്ചയിക്കുമ്പോൾ എല്ലാ ചുമതലയും അമീർക്കായിരിക്കും. ഓരോ പ്രവിശ്യയിലും സാമ്പത്തിക കാര്യം വെച്ച് അതിന് പ്രത്യേകം ഒരു അമീറിനെ നിശ്ചയിക്കും. സാമ്പത്തിക കാര്യ മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. സാമ്പത്തിക ഇടപാടിൽ ആർക്ക് സ്വാധീനം ഉണ്ടാവില്ല? അമീർമാർക്ക്
പിന്നെ അധികാരം ഉണ്ടാവില്ല. ബാക്കി ഖളാ, ജഡ്ജ്മെന്റ്, അതേപോലെ യുദ്ധകാര്യങ്ങള്, ആഭ്യന്തര പ്രശ്നങ്ങൾ, എല്ലാ കാര്യവും അമീറിന്റെ അടുത്താണ്. പക്ഷെ സാമ്പത്തിക കാര്യ വകുപ്പ് വെച്ച്, അതുകൊണ്ട് തന്നെ ഒരാളെ കൂടി സാമ്പത്തിക കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കും. അങ്ങനെ ഇറാഖിലേക്ക് നിശ്ചയിച്ചത്, കൂഫയിലേക്ക് നിശ്ചയിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹവും സഅദ് ബിൻ അബി വഖാസും തമ്മിൽ അവിടെ വെച്ച് പള്ളിയിൽ ഒരിക്കൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു തർക്കം ഉണ്ടായി. തർക്കം ഉണ്ടാവാൻ കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് സാമ്പത്തികം ബൈത്തുൽ മാലിന്റെ ചാർജ് ഉള്ളത്. അദ്ദേഹത്തിൽ നിന്ന് സഅദ് ബിൻ അബി വഖാസ് അല്പം സമ്പത്ത് വായ്പ മേടിച്ചിരുന്നു, അത് തിരിച്ചു വെച്ചതാണ്. അങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ചൊരു തർക്കമുണ്ടായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കേട്ടപ്പോൾ അവരുടെ രണ്ടാളുടെയും പേരിൽ ദേഷ്യപ്പെടുകയും സഅദ് ബിൻ അബി വഖാസിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിനെതിരെ ആരോപണമായി വരുന്ന ഒരു കാര്യമാണിത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ തിരിച്ചു വിളിച്ചില്ല. വിളിച്ചത് ആരെ മാത്രമാണ്? സഅദ് ബിൻ അബി വഖാസിനെ. അദ്ദേഹത്തിനെ നിയോഗിച്ചത് ആര് തന്നെയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. പക്ഷെ പരാതിക്കാർ അത് കേൾക്കാറില്ല, തിരിച്ചു വിളിച്ച കാര്യം മാത്രമേ പറയാറുള്ളൂ. എന്തുകൊണ്ട് ഇബ്നു മസ്ഊദിനെ തിരിച്ചു വിളിച്ചില്ല എന്നുള്ളതാണ് റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹം ചെറുപ്പകാലത്ത് ആട് വെച്ചിരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ തറവാട്ടിലായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തക്കാരെ നിലനിർത്തി അല്ലാത്തവരെ പിൻവലിച്ചു എന്നാണ്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലപ്പുണ്ടായിരുന്നോ? ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷെ ആളുകൾ പിന്നീട് അവരുടെ വികൃതമായ കണ്ണടകളിലൂടെ വിലയിരുത്തി പറഞ്ഞ കാര്യങ്ങളാണത്. ഏതായിരുന്നാലും പിൻവലിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചാർജ് ബൈത്തുൽ ചാർജ് മാത്രമാണ്. അവിടെയുള്ള അമീർ ആരാണ്? സഅദ് ബിൻ അബി വഖാസ് ആണ്. പക്ഷെ അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത് വലീദ് ബിൻ ഉഖബയാണ്. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ രണ്ടാമത് കല്യാണം കഴിച്ച വ്യക്തിയാണ്. അതിലുള്ള സഹോദരനാണ് ആര്? വലീദ് ബിൻ ഉഖബ. ഇവരുടെയൊക്കെ പേര് ഇനിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ആ കലാപകാരികൾ ഒരുപാട് ഈ ആരോപണമൊക്കെ ഇദ്ദേഹത്തിനെ നിശ്ചയിച്ചതിന്റെ പേരിലൊക്കെ ഉന്നയിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഏതായിരുന്നാലും വലീദ് ബിൻ ഉഖബയാണ് പിന്നീട് അതിനുശേഷം അവിടെ അമീറായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത്. ഈ സംഗതിയൊക്കെ നടക്കുന്നതോടുകൂടി ഇസ്ലാമിക രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും അവിടെയുള്ള മക്കയും മദീനയും അറേബ്യയും ഒഴികെയുള്ള ബാക്കി വിദൂര പ്രദേശങ്ങളിലൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയല്ല, ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ. കാരണം അതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കീർത്തിയുടെ പേരിലും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ പടനീക്കത്തിലും പകച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച പ്രദേശങ്ങളാണ്. അവിടെയുള്ള ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളായിട്ടില്ല. മിക്കവരും ജിസിയ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. ഇസ്ലാമിൽ പ്രവേശിച്ച ആളുകളോ അവരെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിര്യാതനായി എന്ന് കേട്ടതോടുകൂടി ഉമറിന്റെ ആ ശൂരത്വം കൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്ര വികസനം ഉണ്ടായത്, അല്ലെങ്കിൽ രാഷ്ട്രം വിസ്തൃതമായത്. ഉമർ മരണപ്പെട്ടു. അതുകൊണ്ട് നമുക്കൊക്കെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അറബികൾ പറഞ്ഞതുപോലെ പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ക്യാപിറ്റലുകളിൽ നിന്ന് വിദൂരത്തായ പല പ്രദേശക്കാരും എന്ത് ചെയ്തു? അവരുടെ പഴയ ആചാരങ്ങളിലേക്കും പഴയ രാജ്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ തുടങ്ങി. എല്ലാ പ്രദേശങ്ങളും അങ്ങനെ തന്നെ സംഭവിച്ചു. അത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് അവിടെയെല്ലാം വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഭരണവ്യവസ്ഥ നടപ്പിലാക്കുകയും അവരിൽ മിക്ക പ്രദേശങ്ങളും ശരിയായ രൂപത്തിലേക്ക് തന്നെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം വീണ്ടും പുതിയ പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്തു എന്നതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഏറ്റവും വലിയ പരിശ്രമം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാഗികമായി കീഴടക്കിയ പ്രദേശങ്ങളിൽ ശരിയായ രൂപത്തിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുകയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്തത്. ആ പ്രദേശങ്ങളൊക്കെ യഥാർത്ഥ രൂപത്തിൽ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് റോമക്കാരോടൊപ്പം ചേർന്നത് അലക്സാണ്ട്രിയ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രദേശക്കാരാണ്. അലക്സാണ്ട്രിയ ഈജിപ്തിലാണ്. റോമാക്കാരുടെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പ്രദേശമായിരുന്നു അലക്സാണ്ട്രിയ. അമർ ഇബ്നുൽ ആസിന്റെ നേതൃത്വത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ പ്രദേശം കീഴടങ്ങിയത്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് മദീനയിലേക്ക് വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല. ചില ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ചില ചരിത്രത്തിൽ കാണുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തിനെ എന്തോ കാരണത്താൽ മദീനയിലേക്ക് വിളിപ്പിച്ചിരുന്നുവെന്നാണ്. ഈ വിവരമറിഞ്ഞ കോൺസ്റ്റാന്റീൻ ഹിർക്കൽ രണ്ടാമൻ, അയാളുടെ മകൻ റോമാക്കാരുടെ സപ്പോർട്ട് വാങ്ങി അലക്സാണ്ട്രിയയെ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ നിന്ന് നല്ല സഹായം കിട്ടിയിരുന്നു അവർക്ക്. യൂറോപ്പ് ഭരിച്ചിരുന്നത് റോമാക്കാർ തന്നെയാണ്.
പക്ഷേ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് കിഴക്കൻ റോമാ സാമ്രാജ്യമാണ്. ഈ കൊസ്തന്തേനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ബേസ് ചെയ്തുകൊണ്ട് ഭരിച്ചിരുന്ന, അതിനപ്പുറത്ത് ഇറ്റലിയിലെ റോം അടിസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, ഭരണകൂടം അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം വേറുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ഹെർക്കുലിസ് ചക്രവർത്തി എന്ത് ചെയ്തു? അലക്സാണ്ട്രിയ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. വളരെ പൊടുന്നനെയുള്ള ആക്രമണം. നേതാവ് അവിടെ ഇല്ല, പ്രത്യേകിച്ച് അമർ ഇബ്നു ആസ് റളിയല്ലാഹു മദീനയിലാണുള്ളത്. 1000-ഓളം തീരദേശ സംരക്ഷണ സേന മുസ്ലിങ്ങളുടെ, അവരിൽ ഒട്ടുമിക്ക ആളുകളും കൊല്ലപ്പെട്ടു. ഈജിപ്തിലേക്ക് അലക്സാണ്ട്രിയയിലൂടെ റോമാക്കാർ ഇരച്ചു കയറി ഈജിപ്തിന്റെ മിക്ക ഭാഗങ്ങളും അവർ ആക്രമിച്ച് കീഴടക്കി. അവർ ചെയ്ത ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു വകതിരിവുമില്ലാതെ ഈജിപ്തിൽ അന്നുണ്ടായിരുന്നത് നല്ലൊരു ശതമാനവും ക്രിസ്ത്യാനികളാണ്. റോമാ സാമ്രാജ്യത്തിനോട് അവർക്ക് വെറുപ്പുണ്ടാവാനുള്ള കാരണം മതപരമായ വിയോജിപ്പായിരുന്നില്ല. പലതരത്തിലുള്ള ടാക്സിയും നികുതിയും ഒക്കെ ഏർപ്പെടുത്തി അവർ ജനങ്ങളെ ദ്രോഹിച്ചതായിരുന്നു ഈജിപ്തുകാർ, കിബ്തികൾ റോമാ സാമ്രാജ്യത്തിനെതിരെ തിരിയാനുണ്ടായ കാരണം. അതല്ലാതെ ദീനീപരമായി അവരുമായി വിയോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ റോമാക്കാർ പിന്നീട് തിരിച്ചു വന്നപ്പോൾ അവര് മുസ്ലിങ്ങളെയും കോപ്റ്റിക്കുകാരെയൊക്കെ ഒരുമിച്ചാണ് കൂട്ടക്കൊല ചെയ്തത്. അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചെടുത്തു. മുസ്ലിങ്ങൾ അവരെ യുദ്ധമില്ലാതെ കീഴടക്കുകയാണ് ചെയ്തത്. ചെറിയ യുദ്ധങ്ങളൊക്കെയാണ് പല സന്ദർഭങ്ങളിലും അവരുമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കീഴടക്കിയ പ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ പിന്നെ കണ്ടെടുത്ത് വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അവിടെ ആരും ബാക്കിയുണ്ടാവില്ല. അങ്ങനെ കൊന്നിട്ടില്ല. ചുരുക്കത്തിൽ റോമാക്കാർ വന്ന് അലക്സാണ്ട്രിയ കീഴടക്കി. അവർ മുന്നേറിയത് ഈജിപ്തിന്റെ തലസ്ഥാനത്തിലേക്കല്ല. ഈജിപ്തിന്റെ തലസ്ഥാനം ഏതാണ്? കെയ്റോ. അന്ന് കെയ്റോ ഇല്ല. കെയ്റോ പിന്നീട് നമ്മളെ മൗലൂദ് ഉണ്ടാക്കിയ ഫാത്തിമിയൽ ഉണ്ടാക്കിയ പിന്നെ പ്രദേശമാണ്, പട്ടണമാണ്. ഫാത്തിമി ഭരണകൂടം വന്നപ്പോഴാണ് അതുണ്ടാക്കിയത്. ഉമർ ഖാലിഫിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം ഫുസ്താത്ത് എന്ന് പറയുന്ന പട്ടണമായിരുന്നു. അത് കെയ്റോയുടെ തന്നെ തെക്ക് ഭാഗത്തുള്ള പട്ടണമാണ്. ഇപ്പൊ അത് കെയ്റോയുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടാവും, കെയ്റോ വിശാലമായപ്പോൾ. ഏതായിരുന്നാലും കെയ്റോ ഈ ഫുസ്താത്തിലേക്ക് വരാതെ അവർ പടനീക്കം നടത്തിയത് ഈജിപ്തിന്റെ ഡെൽറ്റ എന്ന് പറയുന്ന മേഖലകളിലൂടെയാണ്. അതായത് പിന്നെ ആ സമതല പ്രദേശങ്ങളിലൂടെ, നൈലിന്റെയും ഇതിന്റെയൊക്കെ തീരത്തിലൂടെയുള്ള കൃഷിഭൂമിയിലൂടെയാണ് അവർ പടനീക്കം നടത്തിയത്. അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞത് കാണാൻ പറ്റും. അത് അല്പം ഗതി മാറ്റി ഫുസ്താത്തിലേക്ക് പടനീക്കം നടത്തിയിരുന്നുവെങ്കിൽ ഈജിപ്തിനെ എന്നേക്കുമായി റോമക്കാർക്ക് കീഴടക്കാന്നൊക്കെ അവരുടെ ആ സ്വപ്നങ്ങള് ഓറിയന്റലിസ്റ്റുകൾ ആ ചരിത്രമൊക്കെ പറയുമ്പോൾ വർണ്ണിച്ചത് കാണാൻ പറ്റും. അതോടൊപ്പം അവർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങൾ 2 തവണ പിന്നീട് അലക്സാണ്ട്രിയ കീഴടക്കിയപ്പോഴും ആദ്യം കീഴടക്കിയ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പിന്നെ നടത്തിയ പെരുമാറ്റം അത് അത്ഭുതകരമായിരുന്നു എന്നൊക്കെ അവർക്ക് മറച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഓരോ പ്രദേശത്തുള്ള ആളുകളോട് പിന്നെ പെരുമാറിയിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അലക്സാണ്ട്രിയക്കാരോട് അമർ ഇബ്നു ആസ് റളിയല്ലാഹു പെരുമാറിയത്. 1500 അല്ലെങ്കിൽ 15000 അംഗങ്ങളുള്ള ഒരു സൈന്യവുമായി അമർ ഇബ്നു ആസ് ഉടൻ മദീനയിൽ നിന്ന്, സൈന്യം ഈജിപ്തിൽ തന്നെ ഉണ്ടായിരുന്നു, മദീനയിൽ നിന്ന് തിരിച്ചെത്തുകയും റോമാക്കാർക്കെതിരെ ശക്തമായി പോരാടുകയും അവരെ വീണ്ടും ഈജിപ്തിൽ നിന്ന്, അതിന്റെ പ്രദേശങ്ങളിൽ നിന്ന് അലക്സാണ്ട്രിയ, അത് പിന്നെ കടലിനോട് ചേർന്ന സിറ്റിയാണ്, അങ്ങോട്ട് തുരത്തുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ അത് പിന്നെ കാണാൻ പറ്റും. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവരെ തുരത്തി. അങ്ങനെ അലക്സാണ്ട്രിയയുടെ ചുമരുകൾക്കുള്ളിലായി അവര് നഗര പട്ടണത്തിന്റെ മതിലിൽ അല്ലെങ്കിൽ അതിന്റെ കോട്ടകളിലൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന അവരെ മഞ്ചനീക്ക്, അതായത് ഇന്നത്തെ മിസൈലിന് പകരം അന്ന് ഉപയോഗിച്ചിരുന്ന സംഗതിയാണ് തെറ്റുവില്ല്, അത് ഉപയോഗിച്ചുകൊണ്ട് ആ പട്ടണത്തിന്റെ മതിലുകളൊക്കെ തകർത്തതിന് ശേഷമാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് ശേഷമാണ് അലക്സാണ്ട്രിയ രണ്ടാമതായി അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കീഴടക്കിയത്. അവരുടെ സേനാ കമാൻഡറുടെ പേര് ഇമ്മാനുവൽ എന്നായിരുന്നു. ഇമ്മാനുവൽ എന്ന സൈനിക കമാൻഡറായിരുന്നു റോമക്കാരെ നയിച്ചിരുന്നത്. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ അവരെ തുരത്തിയതോടുകൂടി ഗ്രാമപ്രദേശത്തുള്ള ആളുകളൊക്കെ കൂട്ടമായി വന്ന് പരാതി പറയാൻ, അതിൽ മുസ്ലിങ്ങളുണ്ട്, അവരുടെ കോപ്റ്റിക് വംശജരുണ്ട്, ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അവര് പരാതി പറയാണ്, പിന്നെ റോമാക്കാര് പിടിച്ചെടുത്ത് നശിപ്പിച്ച അവരുടെ പിന്നെ സ്വത്തിനും സമ്പത്തിനും ഒക്കെ വന്ന കേടുപാടുകളും അതിന് നഷ്ടം അമർ ഇബ്നു ആസ് പിന്നെ നൽകാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പിന്നെ ആ കാര്യങ്ങളൊക്കെ തിരിച്ചു നൽകിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഇതാണ് ആദ്യമായി ഉണ്ടായത്. പിന്നീട് ഓരോ പ്രദേശങ്ങളും ഈ രൂപത്തിൽ കലാപങ്ങള്, പിന്നെ പ്രദേശങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അർമീനിയക്കാര്, അതേപോലെ തന്നെ അസർബൈജാൻകാർ, അസർബൈജാൻ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ വടക്ക് ഭാഗത്തുള്ള ഏറ്റവും റഷ്യയുടെ അടുത്ത പ്രദേശക്കാരാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് റഷ്യൻ റിപ്പബ്ലിക്കുകൾ ആരംഭിക്കുന്നത്. അവര്
അവിടേക്ക് അമീറായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നത് ഉത്ബ ബിൻ ഫർഖദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി. ഇറാഖിന്റെ പ്രവിശ്യകളായിട്ടാണ് ആ കാലഘട്ടത്തിൽ അതൊക്കെ കണ്ടിരുന്നെങ്കിലും പ്രത്യേകിച്ച് അവിടെയൊക്കെ ഭരണം നടത്താൻ വേണ്ടി ഭരണാധികാരികളെ നിശ്ചയിച്ചിരുന്നു, അമീർമാരെ. അദ്ദേഹത്തിനെ മാറ്റി വലീദ് ബിൻ ഉഖ്ബയെ കൂഫയിൽ നിശ്ചയിച്ച സമയത്ത് അദ്ദേഹത്തിനെ വലീദ് മാറ്റി. അസർബൈജാനിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉഖ്ബയെ വലീദ് ബിൻ ഉഖ്ബ, നേരത്തെ പറഞ്ഞ സയ്യിദ് നബി വക്കാസിന് പകരം നിശ്ചയിച്ച അമീർ അദ്ദേഹത്തിനെ മാറ്റി, പിൻവലിച്ചു. അദ്ദേഹത്തിന് അവിടെ ആവശ്യമില്ല. അദ്ദേഹത്തിനെ നേരിട്ടുള്ള വലീദിന്റെ ഭരണത്തിന് കീഴിലാക്കി. ഈ വിവരം അറിഞ്ഞ അസർബൈജാനുകാർ, അതേപോലെ തന്നെ അർമേനിയക്കാരും, അർമേനിയ ആ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് അർമേനിയ. ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാണ് ആദ്യമായി ഇത് അറിഞ്ഞതോടുകൂടി അവർക്ക് കിട്ടിയ സുവർണാവസരം എന്ന നിലയിൽ ഇസ്ലാമിനെതിരെ പുറപ്പെട്ടു. ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കീഴടങ്ങിയ പ്രദേശങ്ങളാണ്. ഉടനെ വലീദ് ബിൻ ഉഖ്ബ നേരിട്ട് തന്നെ അവരോട് യുദ്ധം ചെയ്തു. ആ പ്രദേശങ്ങളെ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ആ മുന്നേറ്റത്തിൽ ഹുദൈഫത്ത് ബിനുൽ യമാൻ നഹാവന്ത് യുദ്ധത്തിന് ശേഷം അദ്ദേഹം അവരെ, ഇത് പേർഷ്യക്കാരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണല്ലോ, അവരോട് ഒരുപാട് കാക്കസസ് പർവ്വതനിരയുടെ ഭാഗത്തേക്ക് അവരെ തുരത്തിയിട്ട് അവരിൽ നിന്ന് കപ്പം വാങ്ങിക്കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചിരുന്നത്. ആ നിശ്ചിത തുക വീണ്ടും ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് അടക്കാം എന്ന തീരുമാനത്തിൽ അസർബൈജാനുകാർ വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഖിലാഫത്തുർ റാഷിദ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് അംഗീകരിക്കുകയും തിരിച്ചു വരികയും ചെയ്തത് നമ്മൾക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും അതാണ് വടക്ക് ഭാഗത്തുണ്ടായിരുന്നത്. പിന്നീട് മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്തുള്ള പ്രദേശക്കാര് ഷാമില് വീണ്ടും റോമക്കാർ അവരുടെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് അവർ ആ കാര്യങ്ങളൊക്കെ പയറ്റി നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളത് അവരുടെ റോമക്കാര്, ഇന്നത്തെ യൂറോപ്യൻസിന്റെ മുൻതലമുറക്കാര്, അവരുടെ ഒരു അജണ്ടയാണ്. അവര് സിറിയയെ ആക്രമിച്ചു. ഷാമില് അന്ന് അമീറായിട്ടുണ്ടായിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖാണ് അവരെ യുദ്ധത്തിന് സേനാനായകനായി അങ്ങോട്ട് നിശ്ചയിച്ചത്. പിന്നീട് ഷാമിന്റെ ഭരണം അദ്ദേഹത്തിന് ഏൽപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്, മാറ്റേണ്ടായിരുന്നില്ല. കാരണം നല്ല ഭരണ നൈപുണ്യവും കഴിവും തന്റെ ഇടമുള്ള ആളുകളിൽപ്പെട്ട വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ മുആവിയ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തയച്ചു. പേർഷ്യക്കാർ ഒന്നടങ്കം സിറിയയെ ആക്രമിക്കാൻ പുറപ്പെട്ട വിവരം അത് കേട്ടപ്പോൾ മുമ്പ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചതുപോലെ, അതായത് ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് ഒന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും, അങ്ങനെ അദ്ദേഹം 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ കുതിരപ്പട്ടാളം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് എത്തിയ കഥയൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അതേ രൂപത്തിൽ തന്നെ വലീദ് ബിൻ ഉഖ്ബ കൂഫയിൽ നിന്ന് 10,000-ഓളം വരുന്ന ഒരു സൈന്യവുമായി സിറിയയിലേക്ക് എത്തിച്ചേർന്നു റോമാക്കാർക്കെതിരെ പോരാടാൻ വേണ്ടി. സിറിയയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന സുലൈമാൻ ബിൻ റബിയ അൽ ബാഹിലി അവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെയും, കൂഫയിൽ നിന്ന് വന്ന ആളുകളെ ഹബീബ് ബിൻ മസ്ലമ അൽ ഫിഹരി എന്ന് പറയുന്ന സഹാബിയുടെ നേതൃത്വത്തിൽ 2 ഗ്രൂപ്പുകളായി തിരിച്ച് അവര് റോമാക്കാർക്കെതിരെ പോരാടുകയും, ആ പോരാട്ടം പിന്നെ സിറിയയിൽ നിന്ന് ആരംഭിച്ച് കരീബിയൻ കടൽ എത്തുന്നതുവരെ, ഇന്നത്തെ റഷ്യയുടെ അങ്ങേയറ്റം കാക്കസസ് പർവ്വത നിരകൾ വരെ മുസ്ലിങ്ങൾ കീഴടക്കുന്നതിലാണ് ആ യുദ്ധം അവസാനിച്ചത്. അതുവരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും തിരിച്ചുപോയ ആളുകളെ മടക്കിക്കൊണ്ടുവന്നു. അതിനുശേഷം പുതിയ പ്രദേശങ്ങൾ കീഴടക്കി അവർ മുന്നേറി. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ചെച്ചനിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കീഴടക്കിയത്. അതിനിടയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും അവർ തിസിലി എന്ന് പറയുന്ന ടിബിലീസ് അതായത് ജോർജിയയിലുള്ള പ്രദേശമാണ്. അർമേനിയ, ജോർജാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ടാണ് ആ സൈന്യം മുന്നോട്ട് പോയത്. അതുകൊണ്ടുണ്ടായ ഒരു വലിയ അനുഗ്രഹമായിരുന്നു ആ യുദ്ധം. അതിലൂടെ ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമായ പ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വരികയും വന്ന പ്രദേശങ്ങൾ കൂടുതൽ അവിടെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഭരണവ്യവസ്ഥ സ്ഥാപിതമാവുകയും ചെയ്തത് നമുക്ക് വായിക്കാൻ പറ്റും.
അതേപോലെ തന്നെ പിന്നീട് ഉണ്ടായ പ്രധാന സംഭവങ്ങൾ പെട്ടതായിരുന്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണത്തിൽ നിന്ന് നീക്കി, ഇമാറത്തിൽ നിന്ന്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഖറാജ് വിരിക്കാൻ വേണ്ടി സാമ്പത്തിക വകുപ്പിന് പ്രത്യേകം ഒരു അമീർ ഉണ്ടാവുമല്ലോ. ആ രൂപത്തിൽ അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുലകുടിയിലുള്ള ഒരു സഹോദരനെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സഅദ് ബിൻ അബി സർഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വഹി എഴുതിയ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം മുർത്തദ്ദായി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ. എന്നിട്ട് ചില സംഗതികളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പലപ്പോഴും ഗഫൂറുർ റഹീം, അലീമുൻ ഹക്കീം എന്നൊക്കെ ആയത്തുകൾ ഞാൻ എനിക്ക് തോന്നുന്ന രൂപത്തിൽ ഏതാ വേണ്ടിച്ചെങ്കിലും സൗകര്യത്തിനനുസരിച്ച് എഴുതാറാണ് പതിവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. പിന്നീട് മക്ക വിജയവേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന് അഭയം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ച് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരെ പിന്നീട് ഫിത്നക്കാർ പറയുന്ന, അത് പ്രത്യേകം തന്നെ ഒരു ദർസിൽ നമുക്ക് വിശദീകരിക്കാം, അവർ ഉന്നയിക്കുകയും ചെയ്യുന്ന ആരോപണമാണ്. ഏതായിരുന്നാലും ഇവരൊക്കെ അവിടെ ഖലീഫമാരായി അല്ലെങ്കിൽ അമീറുമാരായി നിശ്ചയിച്ചത് ആരാണ്? നേരത്തെ വലീദ് ബിൻ ഉഖ്ബ, അദ്ദേഹം ഉണ്ടായിരുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ അൽ അഹ്സയിലാണ്. അമീറായിരിക്കുന്ന വലീദ് ബിനെയാണ് കൂഫയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അല്ലാതെ ഉസ്മാൻ റളിയല്ലാഹു കുടുംബക്കാരെ നിശ്ചയിച്ചതല്ല. ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ആളുകളെ സ്ഥലം മാറ്റി നിശ്ചയിച്ചു എന്ന് മാത്രം. ഈ അബ്ദുല്ലാഹി ഇബ്നു അബി സർഹിനെ ഈജിപ്തിലെ സയ്യിദ് മസർ ഡെൽറ്റ, പിന്നീട് വരണ്ട പ്രദേശങ്ങൾ, അതായത് ഈജിപ്തിലെ മരുഭൂമി ഉണ്ടല്ലോ, സീനാ പ്രദേശങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ചുമതലയും അതേപോലെ തന്നെ മൊത്തം ഖറാജിന്റെ വരുമാനത്തിന്റെയും സാമ്പത്തിക കാര്യമൊക്കെ ഏൽപ്പിച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബി സർഹിനെ ആയിരുന്നു. അദ്ദേഹത്തിനെ ഈജിപ്തിന്റെ ഭരണം ഏൽപ്പിച്ചു, മൊത്തത്തിലുള്ള അമീറായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തുടക്കത്തിലും ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ അംർ ബിൻ ആസിനോട് കൽപ്പിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു രണ്ട് പ്രമുഖരായ സഹാബിമാരുടെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലേക്ക് ഒരു പടനീക്കമൊക്കെ നടത്തി നോക്കിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു നാഫി, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു നാഫി ഇബ്നുൽ ഹാരിസ്, രണ്ടാളുടെയും പേരും പിതാവിന്റെ പേരും ഒരേപോലെയാണ്. അബ്ദുല്ലാഹി ഇബ്നു നാഫി ഇബ്നു അബ്ദുൽ ഖൈസ് ഒരാളുടെ പേര്, മറ്റൊരാളുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു നാഫി ഇബ്നുൽ ഹാരിസ്. ഇവരുടെ രണ്ടാളുടെയും നേതൃത്വത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബി സർഹിന്റെയും നേതൃത്വത്തിൽ ആഫ്രിക്കയിലേക്ക് ഒരു പടനീക്കം നടത്തുകയും, പക്ഷെ അവിടെ എത്തിയപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗോത്രവർഗക്കാരെയും ഗിരിവർഗക്കാരെയൊക്കെ ആയിട്ടാണ് ഇവരെ നേരിടാൻ വന്നത്. അതോടുകൂടി ആ ആഫ്രിക്കയുടെ അറേബ്യയോട് അടുത്ത അല്ലെങ്കിൽ ഈജിപ്തിനോട് അടുത്ത പ്രദേശങ്ങളിലെ ആളുകളോട് അവർ സന്ധി ചെയ്ത് പിരിഞ്ഞു പോരുകയാണ് ചെയ്തത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു പടനീക്കം അവർ ആദ്യം അങ്ങോട്ട് നടത്തിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബി സർഹിനെ ചുമതലയേൽപ്പിച്ചതോടുകൂടി അദ്ദേഹം അത് പരിപൂർണമാക്കാൻ വേണ്ടി വീണ്ടും ആഫ്രിക്കയിലേക്ക് പ്രവേശിച്ചു. ആ സൈന്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിൽ നിന്ന് പ്രമുഖരായ സഹായിമാരൊക്കെ പങ്കെടുത്തിരുന്നു. ആരുടെ നേതൃത്വത്തിൽ? നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ പിന്നീട് മുർത്തദായി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിനെ ഈജിപ്തിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചു അംർ ബിൻ ആസിന്റെ കീഴിൽ. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തിന് അമീറാക്കി. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം. അദ്ദേഹത്തിന് ആദ്യം അമീറാക്കിയത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഏതായിരുന്നാലും ആ ഇമാറത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ സേനാ നേതൃത്വത്തിന് കീഴിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സഹായിമാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സഹായിമാരാണ് മദീനയിൽ നിന്ന് ആഫ്രിക്ക കീഴടക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. ആഫ്രിക്കയുടെ പ്രാധാന്യം അവർക്കറിയുന്നത് കൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ സഹായിമാർ പങ്കെടുത്ത യുദ്ധങ്ങളിൽപ്പെട്ട ഒന്നാണ് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു അബി സർഹിന്റെ നേതൃത്വത്തിൽ സഹായിമാർ നടത്തിയത്. അവര് അവിടെ എത്തി ആഫ്രിക്കയുടെ ഭൂപടം നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈജിപ്തിനോട് അടുത്ത പ്രദേശങ്ങൾ, ലിബിയ, അതേപോലെ തന്നെ ടുണീഷ്യ, പിന്നെ സുഡാൻ, ഈ പ്രദേശങ്ങളിലേക്കാണ് ആദ്യം കടന്നു ചെല്ലുക. അവർ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പ്രവേശിച്ചത്. അതായത് ടുണീഷ്യയുടെയും മൊറോക്കോയുടെയൊക്കെ പ്രദേശങ്ങളിലേക്കാണ് അവർ മുന്നേറ്റം നടത്തിയത്. ഏറെ വൈകാതെ ടുണീഷ്യയിലെ സബൈത്തില എന്ന് പറയുന്ന, അതിന്റെ ഇംഗ്ലീഷിലെ പേരെന്താന്നുള്ളത് നോക്കിയാൽ മതി, അവിടെ വെച്ച് ആഫ്രിക്കയിലെ രാജാവ് അവരുടെ മുന്നേറ്റത്തെ തടഞ്ഞു. ടുണീഷ്യയിലാണ് ആ പ്രദേശം ഉള്ളത്. വളരെ സാംസ്കാരികമായി ഉയർന്ന, ഇന്നും സഹായിമാരുടെ കാലഘട്ടത്തിൽ അവർ നടത്തിയ യുദ്ധം നടന്ന സ്ഥലത്ത് ആ കെട്ടിടങ്ങളും കോട്ടകളും ഒക്കെ നിലനിൽക്കുന്നത് നമുക്ക്
പിന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ ഭരണകൂടം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു അത്. ആഫ്രിക്കയിലെ ജുറൈജീർ ഭരണാധികാരിയാണ് ഉണ്ടായിരുന്നത്. ഈ രാജാവും പ്രദേശങ്ങളൊക്കെ റോമാ സാമ്രാജ്യത്തിനോട് തുടർന്ന പ്രദേശങ്ങളായിരുന്നു. റോമാ സാമ്രാജ്യ മഹാരാജാവിന് കപ്പം കൊടുത്തുകൊണ്ടാണ് ഇവര് പിന്നെ അവിടെ ഉണ്ടായിരുന്ന രാജാവായി നടത്തിയിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേട്ടിരുന്ന രൂപത്തിൽ തന്നെ. അങ്ങനെ ടുണീഷ്യയിലെ ഈ സബൈത്തില എന്ന് പറയുന്ന പ്രദേശത്ത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് അരങ്ങേറിയത്. സഹായിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുനിന്ന് വന്ന ആളുകളാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തുകാരാണ്. അവര് യുദ്ധം ചെയ്യാന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന പ്രയാസരഹിതമാണ്. ദീർഘമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക എന്ന തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും യുദ്ധം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഇരുകൂട്ടരും പിന്നെ യുദ്ധം അവസാനിപ്പിച്ച് അവരുടെ ടെന്റുകളിലേക്ക് മടങ്ങും. പിറ്റേ ദിവസം വീണ്ടും യുദ്ധം ആരംഭിക്കും. ഇങ്ങനെയാണ് യുദ്ധം നടന്നിരുന്നത്. അങ്ങനെ അവരുടെ യാതൊരു വിവരവും കിട്ടാതെയായപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തിനെ പ്രസവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്താണ്. ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഉദയം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു പടയാളി എന്ന നിലയിൽ. പിന്നീട് മക്ക ഭരിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹു എതിർക്കുകയും അങ്ങനെ ഹജ്ജാജിനെതിരേക്ക് യുദ്ധം ഉണ്ടാവുക ചെയ്ത ആ വ്യക്തിത്വം ഉടലെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കുതിരപ്പടയാളികളെ എന്തായി യുദ്ധത്തിന് പോയ മുസ്ലിമീങ്ങൾ എന്ന വാർത്ത അന്വേഷിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിക്കുകയും അവർ ചെന്നപ്പോൾ കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ രൂപത്തിലാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് പിരിഞ്ഞു പോരാനും വയ്യ. യുദ്ധത്തിൽ മുന്നേറാനും സാധ്യമല്ലാതെ അവരൊരു വലിയ പ്രയാസത്തിൽ അകപ്പെട്ടതാണ്. അങ്ങനെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ കണ്ടത് അവരുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ബിൻ അബീ സർഹ, അദ്ദേഹമാണ് അവരുടെ അമീറും നേതാവും അവിടെയുള്ള. അദ്ദേഹം ടെന്റിൽ നിന്ന് പുറത്തു വരുന്നില്ല. വിവരം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ജുറൈജീർ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, അബ്ദുല്ലാഹ് ഇബ്നു സഅദിന്റെ തല കൊണ്ടുവരുന്ന ആൾക്ക് 1.5 ലക്ഷം ദീനാറ് പാരിതോഷികം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ആരും കാലുമാറാം. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിലെ ഈ പാരിതോഷികം ഇനാമ് മോഹിച്ചുകൊണ്ട് ആർക്കും കടന്നു വരാലോ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു പ്രത്യേക സംരക്ഷണത്തിൽ മുസ്ലിമീങ്ങൾ പാർപ്പിക്കുന്നതാണ്. കമാൻഡർ തന്നെ ആ രൂപത്തിൽ ഒരു തടവിലാക്കിയ രൂപത്തിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു കാണുന്നത്. അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു അബീ സർഹന്റെ സമ്മതപ്രകാരം യുദ്ധത്തിന്റെ ആ തന്ത്രത്തിലും രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആദ്യമായി ചെയ്തത് ജുറൈജീറിന്റെ തല കൊണ്ടുവരുന്ന ആൾക്ക് 1.5 ലക്ഷം ദിർഹം പാരിതോഷികം ഇവിടുന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇതേ അവസ്ഥ ആർക്ക് സംജാതമായി? ആഫ്രിക്കൻ രാജാവിന് സംജാതമായി. മറ്റേ അദ്ദേഹം അതിനു മുമ്പ് യുദ്ധ സ്ഥലങ്ങളിലൊക്കെ ചുറ്റി നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നേരിട്ട് നേതൃത്വം നൽകുകയും നിർദ്ദേശം നൽകുകയും ചെയ്യാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയാൾ ചെയ്ത അതേ രൂപത്തിൽ തിരിച്ച് അദ്ദേഹത്തിന്റെ തലക്ക് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇനാം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. രണ്ടാമത്തേത് പകല് മുഴുവൻ നടത്തുന്ന യുദ്ധം. അതിനുശേഷം യുദ്ധം വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള പരിപാടിക്ക് പകരം ഉച്ചവരെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുക, യുദ്ധത്തിൽ പങ്കെടുക്കാതെ. എന്നിട്ട് യുദ്ധം നയിച്ച ആളുകൾ, ക്ഷീണിതരായ ആളുകൾ പിൻവാങ്ങുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ രണാങ്കളത്തിലേക്ക് ഇറങ്ങുകയും യുദ്ധം തുടർന്നു പോവുകയും ചെയ്യുക എന്ന തീരുമാനത്തിലെത്തുകയും പതിവ് പോലെ യുദ്ധം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നില്ല? യുദ്ധമുഖത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അവര് യുദ്ധം തുടർന്നു പോവുകയും പിറ്റേ ദിവസം പകലായപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കാൻ രാജാവിനെ അദ്ദേഹം കണ്ടു. രാജാവിനെ പെൺകുട്ടികള് ഈ മയിൽപീലി കൊണ്ടുള്ള അലങ്കാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതില് അണിച്ചൊരുക്കി വീശിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ധീരന്മാരായ കുറച്ച് കുതിര പടയാളികളെയും ചേർത്ത് രാജാവിന് നേരെ അവർ പാഞ്ഞെടുത്തു. രാജാവിന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ വിചാരിച്ചത് അവരെന്തോ ലെറ്ററോ ദൂതന്മാരോ എന്നൊക്കെ ധാരണയിൽ ആദ്യമുള്ള ആളുകളൊക്കെ അവരെ തടഞ്ഞതൊന്നുമില്ല. രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് ഇറങ്ങി ഓടി. പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തിന് പുറകിൽ കൂടി രാജാവിനെ വധിച്ചു. രാജാവിന്റെ വധ വാർത്ത കേട്ടതോടുകൂടി ആഫ്രിക്കയിലെ ഈ യുദ്ധം അവസാനിച്ചു. അവരിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ബാക്കിയുള്ള ആളുകൾ യുദ്ധമുഖത്തിൽ നിന്ന് പിരിഞ്ഞോടി. അങ്ങനെ ആഫ്രിക്ക ഇസ്ലാമിനെ കീഴടക്കുകയാണ്. ആഫ്രിക്കയുടെ ബാക്കിയുള്ള തെക്ക് ഭാഗങ്ങളിലേക്ക് ആ കാലഘട്ടത്തിലൊന്നും ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടാവുന്നില്ല. ഏതായിരുന്നാലും ആഫ്രിക്കക്കാരുടെ ആ പ്രയാസം അതോടുകൂടി അവസാനിച്ചു.
മുസ്ലിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് ഗനീമത്ത് സ്വത്ത് ലഭിച്ചതൊക്കെ വിശദമായി ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അവരോട് സ്പെയിൻ കീഴടക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത്. സ്പെയിനിലേക്ക് പടയോട്ടം നടത്താൻ വേണ്ടി. സ്പെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന സ്പെയിനല്ല, അന്തുലുസ്, അതിനടുത്തുള്ള പ്രദേശങ്ങൾ, സ്പെയിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് അതിന് പ്രോത്സാഹിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾ റോം കീഴടക്കും, അതേപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ കീഴടക്കും, അവരായിരിക്കും ഏറ്റവും നല്ല കുതിരപ്പടയാളികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവരുടെ കൂടെ ഞാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ഹദീസുകളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിന് പ്രചോദനം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളും അതേപോലെ തന്നെ റോമും കീഴടക്കാൻ ഏറ്റവും എളുപ്പവഴി സ്പെയിനിലൂടെയാണ്. പിന്നെ അറേബ്യയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഈജിപ്തിനും ഇറ്റലിക്കും ഇടയിലുള്ള അൽ ബഹറുൽ അബിയദുൽ മുത്തവസ്സിത്ത്, അതായത് മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണിയായി എന്ന കടൽ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പൊ അതുണ്ടായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകാന്നുള്ളത് പ്രയാസമാണ് അതിലൂടെ. കാരണം അവിടെ വ്യവസ്ഥാപിതമായി റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ എളുപ്പവഴിയായി കണ്ടത് ആഫ്രിക്കയിലൂടെ പിന്നീട് ഇറ്റലിയിലേക്ക് പ്രവേശിക്കാനാണ്. സ്പെയിനിലൂടെ ഇറ്റലിയിലേക്ക് പ്രവേശിച്ചാൽ എളുപ്പത്തിൽ അവരെ കീഴടക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അതിന് ശ്രമം നടത്താൻ പറഞ്ഞത്. പക്ഷെ അതിൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല. പിന്നീട് 8 നൂറ്റാണ്ടിന് ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. സ്പെയിനല്ല, അത് പിന്നീട് ഏകദേശം 1-2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ മുസ്ലിങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. ഏതായിരുന്നാലും അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ടത് സൈപ്രസിലേക്കാണ്. ഈ ആഫ്രിക്കയിലേക്കൊന്നും കടക്കാൻ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ സൈപ്രസ് പൂർണ്ണമായി മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപാണ്, പരിപൂർണമായി കരയിലോട് ബന്ധമില്ലാത്ത ദ്വീപാണ്. അത് കീഴടക്കാൻ വേണ്ടി ഈജിപ്ത് കീഴടക്കിയ സമയത്ത് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു, അമർ വിലാസാണ് ഈജിപ്ത് കീഴടക്കിയതെങ്കിലും സിറിയയോടും അടുത്ത പ്രദേശമാണ്. സിറിയയിൽ നിന്നാണ്, ഫലസ്തീനിൽ നിന്നൊക്കെയാണ് സൈപ്രസിലേക്ക് ഏറ്റവും അടുത്ത കരയുള്ള പ്രദേശം. അവരുമായി ബന്ധമുള്ള സ്ഥലങ്ങളുമാണ്. എന്ന് മാത്രമല്ല, റോമാക്കാർ പലപ്പോഴും മുസ്ലിങ്ങളെ കീഴടക്കാൻ വേണ്ടി ഒരു താൽക്കാലിക താവളമായി ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ സൈപ്രസാണ്. അതുകൊണ്ട് തന്നെ സൈപ്രസ് കീഴടക്കാൻ വേണ്ടി പലതവണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുആവിയ അനുവാദം ചോദിച്ചിരുന്നു റളിയല്ലാഹു അൻഹു അജ്മഈൻ. അപ്പോൾ അവർ പറഞ്ഞത്, എന്താണ് ഈ കടൽ എന്ന് എനിക്കൊന്ന് വിശദീകരിച്ചുകൊണ്ട് കത്തെഴുതാൻ. അപ്പൊ അതിനെ സംബന്ധിച്ച് അതിന്റെ അവസ്ഥയും രൂപമൊക്കെ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എഴുതിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ മഖ്ലൂക്കിന്റെ അടുത്തേക്ക് സഹാബിമാരെ നിങ്ങൾ വിടരുത്. ഉമർ റളിയല്ലാഹു അൻഹു കൂഫയും ബസറയും പണി കഴിപ്പിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളോട് പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ നദിയോ കടലോ ഉണ്ടാവാൻ പാടില്ല, ആ രൂപത്തിലായിരിക്കണം പട്ടണം ഉണ്ടാവേണ്ടത് എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും, എന്റെ സഹോദരന്മാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ സഹായിക്കാൻ അതിനിടയിൽ വലിയ നദിയോ പാലോ കടലൊക്കെ ഉണ്ടായാൽ എനിക്ക് എത്താൻ പറ്റൂലല്ലോ എന്നായിരുന്നു കാരണം പറഞ്ഞത്. അതുകൊണ്ട് അനുവാദം നൽകിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചു. സൈപ്രസിലെ സ്വത്തും സമ്പത്തും അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതയൊക്കെ വർണ്ണിച്ചുകൊണ്ട് വീണ്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം അനുവാദം നൽകി. അനുവാദം നൽകുക എന്ന് പറഞ്ഞാൽ സാധാരണ യുദ്ധം പോലെയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി അവർ നാവികസേനയ്ക്ക് രൂപം നൽകി. 200ഓളം വഞ്ചി, അന്നത്തെ യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വഞ്ചി അതിനു വേണ്ടിയിട്ട് തോണികളും മറ്റുമൊക്കെ അതിനുവേണ്ടി പണി കഴിപ്പിച്ചു. ഈജിപ്തിൽ നിന്നും ഷാമിൽ നിന്നൊക്കെ ആയിട്ടാണ് അത് പണി കഴിപ്പിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് സൈപ്രസ് കീഴടക്കാൻ വേണ്ടി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും 2 ഭാഗത്തു നിന്നുകൂടിയാണ് സൈപ്രസിനെ മുസ്ലിങ്ങൾ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ടത്. അങ്ങനെ അത് 2 തവണ ആ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 2ാമത്തെ യുദ്ധത്തിൽ പരിപൂർണമായി സൈപ്രസ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് അവർക്ക് ഗനീമത്ത് ലഭിച്ചു. ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് പ്രകടമാവുകയും ചെയ്തു. ആ യുദ്ധത്തിലാണ് ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹ ഷഹീദാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, നമുക്കറിയാം റസൂലിന്റെ സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. പിന്നീട് അവരെ കല്യാണം കഴിച്ചത്, ഉമ്മു സുലൈമിനെ വിവാഹം ചെയ്തത്
അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. അവരിലുള്ള മകനല്ല അനസ് റളിയല്ലാഹു അൻഹു. ഇവരുടെ അനുജത്തിയാണ് ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ എന്ന് പറയുന്ന സഹാബി വനിത. ഇവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ആക്ഷേപിക്കുന്ന ആളുകൾ ആക്ഷേപിക്കാറുള്ളതാണ്. നഊദു ബില്ലാഹ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹ്റമുകളിൽപ്പെട്ട സ്ത്രീകളാണ്. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരാണ് ആര്? ഈ വനിതകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാരുടെ അടുത്ത് പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി കിടന്നുറങ്ങാറുണ്ട്. ഒരു ദിവസം ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപ്പുകളൊക്കെ കുപ്പിയിൽ നിറച്ച് അത്തറായി ഉപയോഗിച്ചതൊക്കെ നമുക്ക് സഹിയായ ഹദീസുകൾ കാണാൻ പറ്റും. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളിൽ തന്നെ അത്തരം സംഭവങ്ങൾ കാണാൻ പറ്റും. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നുറങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചീകി ഒതുക്കി കൊടുത്തതൊക്കെ ആ സംഭവത്തിലുണ്ട്. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു. അപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നതാണ്. അവര് റസൂലിനെ നോക്കിയിരിക്കുകയാണ്. അവർ ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉനാസും മിൻ ഉമ്മത്തി യർകബൂന സബജ ഹാദൽ ബഹർ മുലൂകൻ അലൽ അസിറ. ഞാനിപ്പോ കാണുന്നത് എന്റെ അനുയായികളിൽപ്പെട്ട കുറെ ആളുകൾ ഈ സമുദ്രത്തിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ പല്ലക്കിൽ രാജാക്കന്മാര് പോകുന്നത് പോലെ സഞ്ചരിച്ച് യുദ്ധം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എനിക്കും പെടണം, എന്നെ അതിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതി മിൻഹും, നീ ആ കൂട്ടത്തിലുണ്ടാവും. ആരോട്? ഉമ്മു ഹറാമിനോട്. അവര് സ്ത്രീയാണ്, വീടിന്റെ ഉള്ളിന്റെ പിന്നെ അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കണമെന്ന് ആണല്ലോ പറയാറുള്ളത്. ഏതായിരുന്നാലും അവര് അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഴക്ക് പറഞ്ഞൊന്നുമില്ല. നീ ആ കൂട്ടത്തിൽ എന്തുണ്ട്? പടയാളിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വീണ്ടും ഉറങ്ങി. രണ്ടാമതും ഉണർന്നുകൊണ്ട് ചിരിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? ഈ കാര്യം തന്നെ ആവർത്തിച്ചു. ഇങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഉറക്കം തൂങ്ങുകയും 3 പ്രാവശ്യവും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്ന് ഈ കാര്യം പറയുകയും ചെയ്തു. ഈ സംഭവം പിന്നീട് ഇബാദത്ത് ബിൻ സാമിത്താണ് അവരെ വിവാഹം ചെയ്തിരുന്നത്, ഉമ്മു ഹറാമിന്. അവര് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയും സൈപ്രസിലെത്തുകയും യുദ്ധത്തിന് ശേഷം അവർക്ക് അവിടെ നിന്ന് ഗനീമത്ത് സ്വത്തിന്റെ കൂട്ടത്തിൽ ലഭിച്ച ഒരു കോർ കഴുതയുടെ പുറത്ത് മടങ്ങുകയും ചെയ്യുന്ന സമയത്ത് താഴെ വീഴുകയും അവരുടെ കഴുത്തിന്റെ എല്ല് പൊട്ടി അവിടെ തന്നെ ഷഹീദാവുകയും ചെയ്തു. ആര്? ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹ. ഈ സൈന്യത്തെയും ഈ യുദ്ധത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിക്കുകയാണ് ഈ ഹദീസിലൂടെ ചെയ്യുന്നത്. ശത്രുക്കളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കളുടെ ആരോപണത്തിന് ഏറ്റവും വലിയ മറുപടിയാണ് ഈ ഹദീസ്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുകയാണ്. ഇസ്ലാമിലെ ഖിലാഫത്തിനെ തകർത്ത് മുലൂക്കിയത്ത് രാജാധിപത്യം കൊണ്ടുവന്ന അക്രമിയാണ് മുആവിയ എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുടെ മറുപടിയാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ യുദ്ധത്തിനെയും ആ സൈന്യത്തിനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പ്രശംസിക്കുന്നത്. എന്റെ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ഇങ്ങനെ പോകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചിരിച്ചത്, ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട്. അപ്പൊ അതിലൂടെ നമുക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഇതേപോലെ പ്രശ്നക്കാരായ ആളുകൾ വീണ്ടും ഉണ്ടായിരുന്നു. അവരെയൊക്കെ അമർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിന് ശരിയായ രൂപത്തിലൊരു അലകും പിടിയും തീർത്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിര്യാതനാകുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വിശാലമായി നോക്കിയാൽ പിന്നീടും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തില് പെട്ടതായിരുന്നു ഗസ്വത്തു സവാരി എന്ന് പറയുന്ന. സവാരി എന്ന് പറഞ്ഞാൽ വഞ്ചി എന്നാണ് അതിന്റെ, അല്ലെങ്കിൽ വഞ്ചിയല്ല, പായക്കപ്പൽ, അതാണ് സവാരി എന്ന് പറഞ്ഞാൽ. റോമാക്കാരെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി റോമാ രാജാവിന്റെ നേതൃത്വത്തിൽ തന്നെ 500ഓളം ഈ പടക്കപ്പലുകളുമായി സിറിയയെയും ഷാമിനെയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉണ്ടായ യുദ്ധമാണ്. മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നേരത്തെ സൈപ്രസ് കീഴടക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയിരുന്ന 200ഓളം ഈ രൂപത്തിലുള്ള വഞ്ചികളായിരുന്നു. അതുമായി അവർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റടിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെയാണ് കാറ്റ് വീശിയത്. അതുകൊണ്ട് തന്നെ റോമക്കാർക്ക് മുസ്ലിങ്ങളെ വന്ന് ആക്രമിക്കാൻ എളുപ്പമാവുകയും മുസ്ലിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. യുദ്ധമുഖത്ത് പിടിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് ഏറെ വൈകാതെ അവർക്ക് കാറ്റ് അനുകൂലമാവുകയും അവര് ഇറ്റലിയിലേക്ക് തന്നെ അവരെ അവിടെ എത്തിക്കുകയും ചെയ്തു. ഇറ്റലിയിലെ സ്കൈൽ എന്ന് പറയുന്ന പ്രവിശ്യ, ഇന്ന് ആ പേരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
അതിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിട്ടാണ് മുസ്ലിം സൈന്യം തിരിച്ചു വന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതോടുകൂടി മെഡിറ്ററേനിയൻ കടലിലുള്ള പൂർണ്ണമായ ആധിപത്യം മുസ്ലിങ്ങൾക്കായി മാറിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന പ്രധാന യുദ്ധങ്ങൾ. ഇതോടുകൂടി ഇസ്ലാമിക ഖിലാഫത്തിന്റെ വളർച്ച നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്നകൾ രൂപപ്പെടുകയും ആ കാര്യത്തിൽ അവർ വ്യാപൃതരാവുകയും പിന്നീട് വന്ന ഭരണാധികാരികൾക്കൊക്കെ ആ കീഴടക്കിയ പ്രദേശങ്ങൾ വീതം വെക്കുന്ന ജോലിയായി മാറി എന്നുള്ളതാണ് ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് കിഴക്ക് കാബൂൾ മുതൽ പടിഞ്ഞാറ് നേരത്തെ നമ്മൾ പറഞ്ഞ അന്ദുലസ് വരെ, സ്പെയിനിന്റെ അതിർത്തി വരെ മുസ്ലിങ്ങളുടെ കീഴിൽ വരുന്നത്. വടക്ക് കാക്കസസ് പർവ്വത നിരകൾ മുതൽ സുഡാൻ വരെ മുസ്ലിങ്ങളുടെ ഈ ഖിലാഫത്തുർ റാഷിദ ഏറ്റവും വിശാലമായ, ഇന്ന് എത്ര രാജ്യങ്ങളാണ് ആ പ്രദേശങ്ങളിലുള്ളത്? പിന്നെ റഷ്യയുടെ തന്നെ റിപ്പബ്ലിക്കുകൾ 10-20 ഉണ്ടാവും. ബാക്കിയുള്ള പിന്നെ അറബി രാജ്യങ്ങൾ മുഴുവൻ, ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സാമ്രാജ്യം ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കീഴിലുണ്ടായിരുന്നത്. അങ്ങനെ വിസ്തൃതി വ്യാപിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ദർസുകളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബാക്കി പ്രധാന സംഭവവികാസങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊലയിലേക്ക് നയിച്ച ഫിത്നകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. നമ്മൾ ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പറയുവാനും പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.